ഞാൻ എങ്ങനെയാണ് എൻ്റെ ചെറിയ സാലറി ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൃത്യമായുള്ള ഇൻവെസ്റ്റിങ്ങിലൂടെയും സാലറി ബഡ്ജറ്റിങ്ങിലൂടെയൊക്കെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് എടുത്തത് എന്നതിനെ കുറിച്ച് പറയുന്ന വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് ഞാൻ ചെറിയൊരു ഓവർവ്യൂ തരാം. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ എൻ്റെ ഫസ്റ്റ് സാലറി ആയ 8,000 രൂപ ഞാൻ എങ്ങനെയാണ് ബഡ്ജറ്റ് ചെയ്തത്, എത്ര രൂപയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഹൈക്ക് 12,000 രൂപ ഞാൻ എങ്ങനെയാണ് ബഡ്ജറ്റ് ചെയ്തത്, അതേപോലെ എൻ്റെ എമർജൻസി ഫണ്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അതേപോലെ തന്നെ എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ എന്താണ്, അതേപോലെ ഞാൻ എവിടേക്കാണ് എൻ്റെ പൈസ ഇൻവെസ്റ്റ് ചെയ്തത്, നിങ്ങൾക്ക് ചെറിയൊരു സാലറി ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോണത് നമുക്ക് അത് കഴിഞ്ഞ് കിട്ടിയ 3 ഹൈക്കുകൾ, അതേപോലെ തന്നെ എൻ്റെ റീസെൻറ്റ് സാലറി, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് ബഡ്ജറ്റ് ചെയ്തതെന്നും, അതേപോലെ പുതിയതായിട്ട് ഞാൻ തുടങ്ങിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓരോ ഹൈക്ക് കിട്ടുമ്പോഴും എവിടേക്കാണ് നമ്മൾ പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, പല സാധനങ്ങളും മേടിക്കാനുള്ള ഫണ്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ്. അതേപോലെ തന്നെ വീഡിയോൻ്റെ അവസാനം ഞാൻ ചെയ്ത അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ബഡ്ജറ്റിങ്ങോ ഇൻവെസ്റ്റിങ്ങോ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എങ്ങനെ കൃത്യമായിട്ട് നിങ്ങളുടെ സാലറി വളരെ ചെറിയൊരു ബഡ്ജറ്റിങ്ങിലൂടെ തന്നെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വലിയ കടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എങ്ങനെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ലൈഫ് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോൻ്റെ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ 12,000 രൂപ നമ്മളെങ്ങനെയാണ് ബഡ്ജറ്റ് ചെയ്തത്, അതേപോലെ അത് എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 12,000 രൂപ അത്യാവശ്യം കുറച്ച് കാലം നമുക്ക് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈക്ക് കിട്ടി. ഹൈക്ക് കിട്ടിയപ്പോൾ എൻ്റെ സാലറി 17,000 രൂപയായി. അപ്പോൾ ഈ 17,000 രൂപ ഞാൻ എങ്ങനെയാണ് ബഡ്ജറ്റ് ചെയ്തതെന്നുള്ളത് പറയാം. അപ്പോൾ 17,000 രൂപയിൽ നമ്മൾ 9,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. പ്രധാനമായിട്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു 3,000 രൂപ ബിൽ പേയ്മെൻറ്റ്സ്, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഫോൺ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, അങ്ങനെ ബാക്കിയുള്ള ബില്ലുകൾ അടയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു 3,000 രൂപ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു 1,800 രൂപ, എന്ന് വെച്ചാൽ നമ്മൾ സിനിമയ്ക്ക് പോവുക, പുറത്ത് പോയി ഫുഡ് അടിക്കുക, കറങ്ങാൻ. അത് കഴിഞ്ഞിട്ട് 1,200 രൂപ നമ്മൾ എമർജൻസി ഫണ്ടിക്ക് വേണ്ടി മാറ്റി വെച്ചു. അതേപോലെ 1,000 രൂപ എൻ്റെ ലൈഫ് ഇൻഷുറൻസ് നമ്മൾ പുതിയതായിട്ട് വന്നൊരു കാര്യമാണ് സാലറി ഇൻക്രീസ് ചെയ്തപ്പോൾ. പിന്നെ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരു 500 രൂപ മാറ്റി വയ്ക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ പുതിയ സാധനങ്ങൾ, ഗാഡ്ജറ്റ്സ്, ഇപ്പോൾ മൊബൈല്, വാച്ചസ്, കാര്യങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു 500 രൂപയും നമ്മൾ മാറ്റി വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫണ്ട് മാറ്റി വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഫസ്റ്റത്തെയാണ് ലൈഫ് ഇൻഷുറൻസ്. കാരണം നമുക്കൊരു ലൈഫ് ഇൻഷുറൻസ് എല്ലാവർക്കും അറിയാം അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഒരു ആബ്സെൻസിൽ നമ്മുടെ ഫാമിലി സ്ട്രഗിൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാനൊരു ലൈഫ് ഇൻഷുറൻസ് എടുത്തു. സാലറി ഇൻക്രീസ് ആയപ്പോൾ അത് നമ്മുടെ മാക്സ് ലൈഫിൻ്റെ ഒരു 25 lakhs ഒരു ലൈഫ് ഇൻഷുറൻസ് ആണ് എടുത്തത്. അപ്പോൾ എനിക്ക് മന്ത്ലി 1,000 രൂപയുടെ അടുത്ത് പ്രീമിയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫണ്ട് നമ്മൾ സാലറിയിൽ നിന്ന് മാറ്റി വെച്ച് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 500 രൂപ മാറ്റി വയ്ക്കാൻ തുടങ്ങി. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മളെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ പെട്ടെന്നൊരു ട്രിപ്പ് പോകാനൊക്കെ നമ്മളിപ്പോൾ കസിൻസോ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു പൈസയുടെ ആവശ്യമൊക്കെ വരുന്നു വിചാരിക്കുക. അപ്പോൾ ചെറിയ ട്രിപ്പല്ല, അത്യാവശ്യം ഒരു ലോങ് പോകുന്ന ട്രിപ്പൊക്കെ ചിലപ്പോൾ ഒരു 8,000-10,000 രൂപയുടെയൊക്കെ ആവശ്യം ചിലപ്പോൾ പെട്ടെന്ന് വേണ്ടി വരും. അപ്പോൾ അതൊന്നും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ എടുക്കാണ്ടാവില്ല. സംഭവം നമുക്ക് കടം മേടിച്ച് പോകുക അതൊക്കെ ഉണ്ട്, പക്ഷെ അത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളത് ഒഴിവാക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ട്രിപ്പുകൾ നമ്മളിങ്ങനെ ഒഴിവാക്കിയപ്പോൾ നമുക്കൊരു ഇങ്ങനെ നമ്മൾ സ്ക്രൂട്ടനായിട്ട് ഇങ്ങനെ പൈസയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നമുക്ക് മൊമെന്റ്സ് വേണം, കാര്യങ്ങളൊക്കെ വേണം, എന്നാലാണ് എൻജോയ് ചെയ്തിട്ടും കാര്യമുള്ളൂ. അപ്പോൾ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് അത്രയും വലിയ ഫണ്ട് വേണ്ട. അപ്പോൾ എല്ലാ മാസവും ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മാറ്റി വയ്ക്കുക. അതൊക്കെ ബാങ്കിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെക്കണേ. ഇതിലാകെ കൂടി എൻ്റെ ബാങ്കിൽ നിന്ന് പുറത്തു പോകണത് ഈ പറഞ്ഞ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഷുറൻസ് പ്രീമിയം, അതന്നെയേ ഉള്ളൂ. പിന്നെ വേറൊരു സംഭവം ഉണ്ടാവും, ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 500 രൂപ ട്രിപ്പിന് വേണ്ടി മാറ്റി വെച്ച് തുടങ്ങി. അതേപോലെ തന്നെ പുതിയ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി, ഇപ്പോൾ നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ വാച്ചസ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മന്ത്ലി ഒരു 500 രൂപ അതിനും മാറ്റി വെച്ച് തുടങ്ങി. പിന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ തുടങ്ങിയ ഒരു പുതിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, എമർജൻസി ഫണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ വളർന്നു. അപ്പോൾ ബാങ്കിൽ എമർജൻസി ഫണ്ട് അത്യാവശ്യം കിടക്കണതുകൊണ്ട് തന്നെ ബാങ്ക് ബാലൻസും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. പിന്നെ ഈ ഫണ്ടുകളെല്ലാം ബാങ്കിലല്ലേ, അപ്പോൾ ബാങ്ക് ബാലൻസ് ഇങ്ങനെ ഇൻക്രീസ് ആയി തന്നെ കാണാം. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്, ഇത്രയും പൈസയൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ബാങ്കിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് തുടങ്ങിയെന്ന് വെച്ചാൽ, എമർജൻസി ഫണ്ട് ഈ പറഞ്ഞ പോലെ ബാങ്കിലായതുകൊണ്ട് സേവിങ്സ് അക്കൗണ്ട് ആണ്. 4% അടുത്താണ് നമുക്ക് റിട്ടേൺ കിട്ടുള്ളൂ. അപ്പോൾ അത് ഇൻഫ്ലേഷൻ വെച്ച് നോക്കുമ്പോൾ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മുടെ എമർജൻസി ഫണ്ട് ഓരോ മാസവും
നമുക്ക് മാറ്റി വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഇതിൽ 1100 രൂപയാണ് നമ്മൾ മാറ്റി വെച്ചാണ്. അപ്പോൾ 600 രൂപ അതിന്റെ പകുതി നമ്മൾ ഒരു മാസം എത്രയാണ് മാറ്റി വെക്കണത് അതിന്റെ പകുതി നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ അത്യാവശ്യം സേഫ് ആയിട്ടും അത്യാവശ്യം റിട്ടേൺ കിട്ടുന്നതും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ നിഫ്റ്റിയുടെ ഒരു ഇൻഡെക്സ് ഫണ്ടാണ്, നിഫ്റ്റി 100ന്റെ. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ എമർജൻസി ഫണ്ടിന്റെ പകുതി ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചു. സത്യം കുറച്ച് റിസ്കി പരിപാടിയാണ്, അതുകൊണ്ട് ഞാനത് ആർക്കും അധികം സജസ്റ്റ് ചെയ്യില്ല. കാരണം മാർക്കറ്റാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ ഓൾറെഡി മാർക്കറ്റിൽ കളിക്കുന്നതുകൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത്. കാരണം എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ബാങ്കിൽ തന്നെ ഇട്ട് വെക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ പകുതി ബാങ്കിൽ ഇട്ടിട്ടും പകുതി ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അതുവരെ ഉള്ളത് ബാങ്കിൽ തന്നെ ഇട്ടോട്ടെ. ഈ മാസം മുതലുള്ളതാണ് നമ്മൾ അങ്ങനെ ചെയ്തു തുടങ്ങിയത്, പകുതി വെച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇടാന്നുള്ളത്. അങ്ങനെ ഞാൻ 600 രൂപ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ആ മാസം തൊട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അതേപോലെ നമുക്ക് ഈ 17,000 രൂപയുടെ സാലറി കിട്ടി കുറച്ച് മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ടോട്ടൽ നെറ്റ് വർത്ത് ഏകദേശം 5 ലക്ഷം രൂപയുടെ മുകളിലേക്കായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ജൂൺ ആ ടൈമിലാന്ന് തോന്നുന്നു, 0 to 6 lakhs എന്നൊക്കെ വേണ്ട. അപ്പോൾ അതെല്ലാം ആ ടൈമിലൊക്കെ എനിക്ക് 17,000 രൂപയാണ് സാലറി. അപ്പോൾ ആ ഒരു 5 lakh ഉണ്ടാക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയത് എൻ്റെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. കാരണം 8,000 രൂപ കിട്ടിയിരുന്നപ്പോഴും 12,000 കിട്ടിയിരുന്നപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഏതൊക്കെ സ്റ്റോക്കാന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് എല്ലാവർക്കും ഇപ്പം അറിയുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് നല്ല റിട്ടേൺസ് കിട്ടി. നമുക്ക് അത്യാവശ്യം നല്ല പോർട്ട്ഫോളിയോ നല്ല വലുതായി. അപ്പോൾ ഒരു 5 lakhന്റെ നെറ്റ് വർത്ത് വളരെ ചെറിയ ടൈം, ഏകദേശം ഒരു 2 years കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ചെറിയ സാലറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ 17,000 രൂപ നിൽക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ സാലറി ഇൻക്രീസ് ആയി, ഏകദേശം 25,000 എത്തി. അപ്പോൾ 25,000 എത്തിയപ്പോൾ നമ്മൾ ആ ഒരു സാലറീനെ ബഡ്ജറ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ 25,000 നമ്മൾ 12,000 രൂപ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റി വെച്ചു, 3,500 രൂപ ബിൽ പേയ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു, പിന്നെ ഒരു 3,500 രൂപ എൻ്റെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻജോയ്മെന്റിന് വേണ്ടിയുള്ള ഫണ്ട് ഇൻക്രീസ് ചെയ്തു. പിന്നെ എൻ്റെ എമർജൻസി ഫണ്ട് ഞാൻ 1,200 എന്നുള്ളത് 2,000 രൂപയായിട്ട് മാറ്റി. അത് കഴിഞ്ഞിട്ട് 1,000 രൂപ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ്, ഓൾറെഡി ഉള്ള ലൈഫ് ഇൻഷുറൻസിന്റെ പേയ്മെന്റിന് വേണ്ടി പോകുന്നുണ്ട്. പിന്നെ ട്രിപ്പിനുള്ള ഫണ്ട് 500 രൂപയിൽ നിന്നും നമ്മൾ 1,000 രൂപയാക്കി. ഒരു മാസം 1,000 രൂപ മാറ്റി വയ്ക്കല്ലേ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേവറേറ്റ് സാധനങ്ങൾ മേടിക്കാനുള്ള ഫണ്ടും ഈ പറഞ്ഞ പോലെ 500 1,000 രൂപയ്ക്ക് ഇൻക്രീസ് ചെയ്തു. അതേപോലെ തന്നെ പുതിയതായിട്ട് തുടങ്ങിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എമർജൻസി ടൈമുകളിൽ, ഇപ്പോൾ ഞാൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ നമുക്ക് എമർജൻസി ടൈം എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ക്രാഷുകളൊക്കെ വരുന്ന ടൈമിൽ, മാർക്കറ്റ് ക്രാഷൊക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണം, അല്ലാതെ നമുക്ക് മാർക്കറ്റ് ക്രാഷിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ഒരു മാർക്കറ്റ് ക്രാഷിന് നമുക്ക് അത്യാവശ്യം റിട്ടേൺസ് കിട്ടാൻ സാധിച്ചത് ഈ പറഞ്ഞ പോലെ എമർജൻസി ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ച പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എല്ലാ മാസവും 1,000 രൂപ വെച്ചിട്ട് എമർജൻസി ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാൻ തുടങ്ങി. അതും നമ്മുടെ ബാങ്കിൽ തന്നെയാണ്, വേറെ എവിടെയല്ല. അപ്പോൾ ഈ 25,000 നമുക്ക് മേജറായിട്ട് ഒരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എമർജൻസി ഫണ്ട് 2,000 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എമർജൻസി ഫണ്ടിന്റെ പകുതി നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്, അത് ഏകദേശം 1,000 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ മന്ത്ലി 1,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ വീണ്ടും നമുക്കൊരു ഹൈക്ക് കിട്ടി. അത് ഏകദേശം 29,000 രൂപയ്ക്കാണ് ഹൈക്ക് കിട്ടിയത്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ റീസെന്റ് സാലറി, 29,000 രൂപ. അപ്പോൾ ഈ ഒരു 29,000 രൂപ എങ്ങനെയാണ് ഞാൻ ബഡ്ജറ്റ് ചെയ്തതെന്നുള്ളത് പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12,000 രൂപ തന്നെയാണ് നമ്മുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചത്. നേരത്തെ സാലറീനെ വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. പിന്നെ ബിൽ പേയ്മെന്റിന് വേണ്ടിയിട്ട് 3,500 രൂപ തന്നെ, നേരത്തെ എത്രയാണ് ഉണ്ടായിരുന്നത് അത് തന്നെയാണ്. പിന്നെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു 4,000 രൂപയ്ക്ക് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നേരത്തെ 3,500 ആയിരുന്നു, അതൊരു 500 രൂപയും കൂടി എനിക്ക് എൻജോയ്മെന്റിന് വേണ്ടി ഞാൻ മാറ്റി വെച്ച് തുടങ്ങി. എമർജൻസി ഫണ്ടിക്ക് ഏകദേശം ഒരു 3,000 രൂപ മന്ത്ലി മാറ്റി വെക്കാൻ തുടങ്ങി. പിന്നെ ലൈഫ് ഇൻഷുറൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1,000 രൂപ, ട്രിപ്പിന് വേണ്ടിയിട്ട് 1,000 രൂപ, പുതിയ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി 1,000 രൂപ, പിന്നെ എമർജൻസി ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 1,000 രൂപ. പിന്നെയാണ് നമ്മളൊരു മാരേജിന് വേണ്ടിയിട്ട് ഒരു 1,000 രൂപ മാറ്റി വെക്കുക എന്നുള്ളത് തീരുമാനിച്ചു തുടങ്ങിയത്. കാരണം വേറെ ഒന്നുമല്ല, വീട്ടിലിങ്ങനെ പറഞ്ഞു തുടങ്ങി. ജസ്റ്റ് എനിക്കിപ്പോൾ 25 വയസ്സായിട്ടുള്ളൂ, ഈ വർഷം 26 ആവും ഒക്ടോബറിൽ. അപ്പോൾ എന്നാലും വീട്ടിൽ ചെറുതായിട്ടൊന്ന് സംസാരം തുടങ്ങിയപ്പോൾ നമ്മൾ എന്തായാലും എനിക്ക് സത്യത്തിൽ ആഡംബര കല്യാണമൊന്നും താല്പര്യമില്ല, ജസ്റ്റ് രജിസ്റ്റർ മാരേജ് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് എനിക്കുള്ളൂ. അല്ലാണ്ട് വെറുതെ ഈ പറഞ്ഞ പോലെ ലക്ഷങ്ങൾ മുടക്കി 2 ദിവസത്തെ പരിപാടിക്ക് പൈസ കളയണേലോ യാതൊരു അർത്ഥമില്ല. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വല്ല ട്രിപ്പും പോവാം ജോലിയായിട്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വലിയ ഫണ്ട് കൊടുത്ത് ഞാൻ എന്തായാലും കല്യാണം കഴിക്കില്ല എന്ന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കിട്ടുമെന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. രജിസ്റ്റർ മാരേജിനാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വീട്ടുകാരിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നും സമ്മതിക്കില്ല, പിന്നെ പെണ്ണ് കിട്ടുമോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. ഏതായാലും കല്യാണം നടക്കുമോ ഇല്ല എന്നുള്ളതും ഡൗട്ടാണ്. നമുക്ക് ചിന്തിക്കണ്ട, എന്താ ചാവട്ടെ, ആ ടൈം നോക്കാലോ, നമുക്ക് ടൈം ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ കല്യാണം കുറച്ചും കൂടി റിസ്ക് ആയതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഈ 1000 രൂപ മാറ്റി വയ്ക്കുന്നത് നേരെ ഒരു നിഫ്റ്റിയുടെ ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് 250 ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചു. കുറച്ചും കൂടി റിസ്കി ഫണ്ട് ആയിക്കോട്ടെ എന്ന് വെച്ചു. എന്തായാലും മാരേജ് ഒരു റിസ്ക്കിയാണ്, അപ്പൊ റിസ്കി ഫണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വെച്ച് നോക്കാലോ. അപ്പൊ എന്തായാലും കല്യാണം നടത്താനുള്ള ഒരു പൈസ, ഒരു ആവറേജ് കല്യാണം നടത്താനുള്ള പൈസ ഒന്നും എന്തായാലും കിട്ടില്ല. ഒരു രജിസ്റ്റർ മാരേജ് ആണെങ്കിൽ അതിനുള്ള പൈസയും കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ്, വേറെ ഒന്നല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു 1500 രൂപ ഹെൽത്ത് ഇൻഷുറൻസ്, അടുത്ത കൊല്ലത്തെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ച് തുടങ്ങി. അപ്പോൾ ഈ ഒരു സാലറി ഇൻക്രീസ് ആയപ്പോൾ, നമ്മൾ 25,000 ഇൻക്രീസ് ആയപ്പോഴേ തന്നെ ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അന്വേഷിച്ചിരുന്നു. കാരണം നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഷുറൻസ്. അപ്പോൾ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇങ്ങനെ അന്വേഷിച്ച് ഈ പറഞ്ഞ ഒരു HDFCയുടെ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ HDFCയുടെ ഒരു 5 lakhന്റെ ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ എടുത്തു. ഒരു 11,000 രൂപയുടെ അടുത്താണ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടി വന്നത്, GST പരിപാടിയൊക്കെ കൂടിയിട്ട്. അപ്പോൾ എന്തായാലും അടുത്ത വർഷം എനിക്ക് അത് റിന്യൂ ചെയ്യണം. അടുത്ത വർഷം തന്നെ ഈ വർഷം ഡിസംബറിൽ എനിക്ക് റിന്യൂ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിനുള്ള ഫണ്ട് കൂടിയും എന്തായാലും ഇപ്പൊ തന്നെ മാസം ഇട്ട് തുടങ്ങാം. പിന്നെ ആ ടൈമിൽ നമ്മൾ ഫണ്ടിന് വേണ്ടി ഓടണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും നമ്മൾ ഒരു 1500 രൂപ ബാങ്കിൽ മാറ്റി വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ റീസെന്റ് ഈ പറഞ്ഞ പോലെ സാലറിയുടെ ബ്രേക്ക് ഡൗൺ. ഇതിൽ ഈ പറഞ്ഞ പോലെ എമർജൻസി ഫണ്ട് നമ്മൾ 3000 ആക്കിയോണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം 1500ക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റി. അപ്പൊ ഇതുവരെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഭാവി എന്താവും എന്നുള്ളത് അറിയില്ല. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പോ ഇത് ഞാൻ ഈ പറഞ്ഞ സാലറി ഇടയിൽ വെക്കണ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ട്, ഇനി ഇതിൽ കൂടുതൽ പൈസ കിട്ടുന്ന ആൾക്കാരും ഉണ്ട്, എനിക്കറിയാം. ഇതിന് എന്നേക്കാൾ വലിയ സാലറി മേടിക്കണവർ പോലും ഇത്ര പോലും ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ബഡ്ജറ്റിങ് ചെയ്യാണ്ട് അവർ പേ ചെക്ക് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുടെ എനിക്കറിയാം. അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു സംഭവം തന്നെയാണ്, സാലറി എത്ര കിട്ടണു എന്നുള്ളതല്ല, നമ്മൾ ആ സാലറി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അത് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ വലിയ സാലറി ആൾക്കാർ പറയുമ്പോൾ നമുക്ക് വലിയ വിഷയമല്ല. കാരണം നമ്മൾ സാലറിക്ക് അഡിക്റ്റ് ആയി നിന്നാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ചെറിയ സാലറി ആയാലും വലിയ സാലറി ആയാലും അത് കൃത്യമായിട്ട് ബഡ്ജറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ അറിയണം. അല്ലാത്ത ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ മതിയാവും. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സാലറി എത്രയാണെങ്കിൽ പോലും ഇത്രയ്ക്ക് ഭയങ്കര ടൈറ്റ് ആയിട്ട്, എനിക്കറിയാം എൻ്റെ ഫൈനാൻഷ്യലി ഞാൻ ബഡ്ജറ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ. ഇപ്പോൾ 29,000 രൂപ സാലറി കിട്ടണം, ഞാൻ 4,000 രൂപയാണ് എൻ്റെ എൻജോയ്മെന്റിന് വേണ്ടി മാറ്റി വയ്ക്കുള്ളൂ മാസം. അത് ഭയങ്കര ടൈറ്റ് ആണ്, എനിക്കറിയാം. അപ്പൊ അത്രയ്ക്കൊന്നും നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബേസിക് ആയിട്ടുള്ള ഒരു റൂൾ ഉണ്ട്, നിങ്ങളുടെ സാലറി എത്രയാണോ അതിന്റെ 50% മാത്രം നിങ്ങളുടെ ചെലവുകൾക്ക് വേണ്ടി മാറ്റി വെക്കുക. ഇപ്പൊ എൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോൾ സ്വന്തമായിട്ട് വീടുണ്ട്, വീടിന്റെ അടുത്ത് തന്നെയാണ് കമ്പനി. അപ്പൊ പോയിട്ട് വരാന്ന് പറഞ്ഞാൽ നടക്കേണ്ട ഒരു ദൂരമേ ഉള്ളൂ, വേറെ വണ്ടിയോ പരിപാടിയോ ഒന്നുമില്ല എനിക്ക്. അതുകൊണ്ട് വേറെ ഒരു മെയിൻ്റനൻസോ EMI അങ്ങനത്തെ ഒരു സാധനങ്ങൾക്കും വേണ്ടി പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല. ഒരു മാസത്തിൽ വാടകയില്ല, വണ്ടിയുടെ പെട്രോൾ അടിക്കുക, മെയിൻ്റനൻസോ അതൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ EMI, ഒരു സാധനം മേടിച്ച് അനാവശ്യമായിട്ട് ഞാൻ മേടിച്ച് EMI ഉണ്ടാക്കിയിട്ടില്ല. പല ആൾക്കാരും ഫോൺ മേടിച്ചിട്ട് അതൊക്കെ EMI ഉണ്ടാക്കിയിട്ടുണ്ട്. വണ്ടി മേടിച്ച് EMI പോട്ടെ, ഫോൺ മേടിച്ചിട്ടൊക്കെ EMI ഉണ്ടാക്കുന്നത് ശുദ്ധ മണ്ടത്തരാണ്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനത്തെ EMIസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിലത്തെ കുറച്ച് ബില്ല് മാത്രമാണ് അടയ്ക്കേണ്ട ചുമതല ഉള്ളൂ. ബാക്കിയുള്ള എമൗണ്ട് എനിക്ക് വേണേൽ അടിച്ചു പൊളിക്കാം. പക്ഷെ നമ്മളത് കൃത്യമായിട്ട് യൂസ് ചെയ്യണോണ്ട് എന്താ, നമുക്ക് കുറച്ചും കൂടി ഭാവി സേഫ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അറിയില്ല ഭാവിയിൽ എന്താ ഒന്ന്. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സാലറിയുടെ ഒരു 50% ഈ പറഞ്ഞ പോലെ ചെലവുകൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. ബാക്കിയുള്ളൊരു 30% ബേസിക് റൂളാണിത്. 30% നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി പറഞ്ഞ പോലെ ട്രിപ്പ് പോവുക, നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികൾക്ക്. ഇപ്പോൾ ചിലവ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ റെന്റ്, ഫുഡ്, വണ്ടിയുടെ മെയിൻ്റനൻസ്, പിന്നെ പരിപാടി, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഈ 30% എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് പോകാനും പുറത്ത് പോയിട്ട് ഫുഡ് അടിക്കുക, മൂവി എൻജോയ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ കറങ്ങാൻ പോവുക, അതിന് വേണ്ടി നിങ്ങളൊരു 30% മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള 20% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ഇപ്പം ഞാൻ ചെയ്യണ പോലെ സ്റ്റോക്കിൽ തന്നെ പോയി ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നല്ല നല്ല സ്റ്റോക്കുകളിൽ ചെയ്യാം. പല ആൾക്കാരും പേര് പോലും കേൾക്കാത്ത സ്റ്റോക്കിലൊക്കെ കൊണ്ടുപോയിട്ട് എമൗണ്ട് ഇടുന്നത് ഞാൻ കാണാറുണ്ട്. എനിക്ക് ഇൻസ്റ്റയിൽ പല ആൾക്കാരും അയച്ചു തരുമ്പോൾ
നമ്മളൊക്കെ അത് ആദ്യമായിട്ട് ആ സ്റ്റോക്ക് തന്നെ കണ്ടുക. അത്രയ്ക്ക് ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ബേസിക് ആയിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. വലിയ രീതിയിലൊന്നും നിങ്ങൾക്ക് അറിവില്ല, അല്ലെങ്കിൽ ഇനി അറിവ് ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇന്ത്യയിലെ ലാർജ് ക്യാപ്പ് കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ എക്കണോമി വളർന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിയാണ്. ഇപ്പൊ തന്നെ 4th ഇതിലായി നമ്മുടെ GDP-യിൽ. അപ്പൊ ഇനിയും വളരും. അപ്പൊ ഇനിയും വളരുമ്പോ എന്താ, ഇന്ത്യത്തെ ലാർജ് ക്യാപ്പ് കമ്പനികൾക്ക് ഇനിയും വളരാനുള്ള അവസരം ഉണ്ട്. അത് പലരും മനസ്സിലാക്കണില്ല. പലരും വിചാരം ലാർജ് ക്യാപ്പ് കമ്പനിയൊക്കെ ഇപ്പൊ ഓൾറെഡി വലിയ കമ്പനിയായി, ഇനിയിപ്പോൾ അതിൽ പൈസ ഇട്ടാൽ വലിയ റിട്ടേൺ ഒന്നും കിട്ടില്ല, സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിലൂടെ എന്നാലാണ് വലിയ റിട്ടേൺ കിട്ടുള്ളൂ. സംഭവം കിട്ടും, പക്ഷെ നല്ല കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇട്ട പൈസ മൊത്തം പോകും. അപ്പൊ അത്രയും റിസ്ക് ഒന്നും നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ എടുക്കണ്ട. ലാർജ് ക്യാപ്പിൽ ഇട്ടോ. ഇനി അതും വേണ്ട, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഫണ്ടുകൾ ഉണ്ട്, 100, 250, അതൊക്കെ 500 എന്നൊക്കെ പറഞ്ഞിട്ട് അതിലിട്ടോ. അതും വളരെ അത്യാവശ്യം നല്ല റിട്ടേൺസും കാര്യങ്ങളൊക്കെ തരുന്ന ഫണ്ടുകളാണ്. വളരെ എക്സ്പെൻസ് റേഷ്യോ കാര്യങ്ങളൊക്കെ വളരെ കുറവുള്ള ഫണ്ടുകളാണ്. അതിലിട്ടാലും മതി നിങ്ങൾ. അതേപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി ഫ്ലെക്സി ക്യാപ്പ് ഉണ്ട്, അങ്ങനത്തെ ഫണ്ടുകളിലിടാം. ഇനി അതും സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പിലും പോയിട്ട് ഇട്ട് റിസ്ക് കൂട്ടരുത്, അതാണ് നമ്മൾ പറയണേ. അപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ടെങ്കിലും നിങ്ങളുടെ സാലറീനെ ബഡ്ജറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക്. പിന്നെ എമർജൻസി ഫണ്ട് എമർജൻസി ഫണ്ടിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. എമർജൻസി ഫണ്ട് ഇമ്പോർട്ടൻ്റാ. നിങ്ങളുടെ സാലറി ചെറിയ സാലറി ഉള്ളവരാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യണേക്കാൾ തൊട്ട് മുമ്പ് ചെയ്യേണ്ടത് എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ അത്യാവശ്യം ഒരു സാലറി കൂടിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കുക. വേണമെങ്കിൽ ലൈഫ്, ഇപ്പൊ ഞാൻ ചെയ്ത പോലെ തന്നെ ആദ്യം ലൈഫ് ഇൻഷുറൻസ് എടുത്തോ. പിന്നെ പല ആൾക്കാർക്കും ജോലി ചെയ്യണോടെ തന്നെ ഹെൽത്ത് ഉള്ളതുകൊണ്ട് ഹെൽത്ത് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇല്ലാത്തവരാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെന്റ് റെഡിക്ക്. 4ാമതാണ് ഇൻവെസ്റ്റ്മെന്റ് പ്രയോറിറ്റി ഉള്ളൂ. ഞാൻ ഏറ്റവും ആദ്യം തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, ചെയ്യണവർക്ക് ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഇൻവെസ്റ്റ്മെന്റ് മാത്രം നിങ്ങളാക്കരുത്, ബാക്കിയുള്ള ഈ 3 സാധനങ്ങളും വേണം. എമർജൻസി ഫണ്ട് വേണം, ലൈഫ് ഇൻഷുറൻസ് വേണം, ഹെൽത്ത് ഇൻഷുറൻസ് വേണം. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ലൈഫ് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകാൻ പറ്റുള്ളൂ. എമർജൻസി ഫണ്ടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയ പ്രശ്നം വരുമ്പോൾ ആരെങ്കിലും അടുത്ത് കൈ നീട്ടേണ്ടി വരും. പിന്നെ അവരുടെ വായിലിരിക്കണ കേൾക്കണം. ആകെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരുണ്ടാവും, ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കണവരുണ്ടാവും, നമ്മൾ പറയണ്ടല്ലോ. അതേപോലെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, ഹോസ്പിറ്റൽ ബില്ലൊക്കെ വലിയ ബില്ലാണ് വരിക. പല ആൾക്കാരും കടക്കണിയിലാവും. അതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും, കുറച്ചൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതും അത്യാവശ്യം നല്ല വലിയ ആൾക്കാരെയൊക്കെ ഇപ്പൊ HDFC അല്ലെങ്കിൽ അത്യാവശ്യം പ്രോമിനന്റ് നെയിംസുകളുടെ ഒക്കെ എടുത്തു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ലൈഫ് ഇൻഷുറൻസ് എടുക്കുക. ലൈഫ് ഇൻഷുറൻസ് ഈ പറഞ്ഞ മാതിരി നമ്മൾ പല ആൾക്കാരും പറയും നമ്മൾ മരിച്ചിട്ട് പിന്നെ പൈസ കിട്ടിയിട്ട് എന്താ കാര്യം. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ ഫാമിലി, അവരൊക്കെ. അപ്പൊ അവർക്ക് ഒരു തണലാവാനാണ് ആ ഫണ്ട്. അല്ലാതെ നമ്മൾ മരിച്ചിട്ട് നമുക്ക് സ്വർഗത്തേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നരകത്തേക്ക് കൊണ്ടുപോകാനോ ഒന്നല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് മാത്രം ആക്കരുത്, ഈ 3 കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. എമർജൻസി ഫണ്ട്, ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ ഇൻവെസ്റ്റ്മെന്റ്. അങ്ങനെ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സാലറി എത്രയാണെങ്കിൽ പോലും ബേസിക് ആയിട്ട് നിങ്ങൾ ബഡ്ജറ്റ് ചെയ്തിട്ടൊക്കെ ചിലവ് കുറയ്ക്കാൻ നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഫണ്ട് മാറ്റി വയ്ക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ഹാപ്പി ലൈഫ് നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് റെഡി ആക്കാം, ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ വർക്കിന് പോയി തുടങ്ങിയിട്ടുണ്ട്, പോകാൻ പോകുന്നുണ്ട് എന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും. അതേപോലെ തന്നെ ഫസ്റ്റത്തെ വീഡിയോ കാണാൻ മറക്കണ്ട, എന്നാലാണ് ഈ കഥ ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ കൂടുതൽ ഇൻവെസ്റ്റിംഗ്, ഫൈനാൻസ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.